ടീച്ചർ ഈ പുസ്തകം വായിച്ചോ? ഞാൻ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദേവിക വായിച്ച് ഈ പുസ്തകത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. ഇതറിയോ, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പൂമാല അണിയിച്ചതിന്റെ പേരില് അവിടുന്ന് പുറത്താക്കിയ ഒരു സ്ത്രീയുടെ കഥയാണ്. ജോസഫ് എഴുതിയത്. ബുധിനി ഇതുപോലെ ഒരുപാട് നോവലുകളും കഥകളൊക്കെ നമുക്കുണ്ട്. അതൊക്കെ വായിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ബുക്കുകളെ കുറിച്ച് അറിയുണ്ടാവും അല്ലെ? ഇതിലൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളാണ്. ശബ്ദധാരാവലി ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ നോക്കിയാൽ കിട്ടും. ഇവിടെയാണെങ്കിൽ ഒരുപാട് നോവലുകൾ, മലയാളത്തിന്റെ കഥകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 8 പുസ്തകങ്ങൾ സെലക്ട് ചെയ്തപ്പോ ഇവിടെ വന്ന് നോക്കിയില്ലേ? അതേപോലെ തന്നെ റെഫറൻസിന് പറ്റിയ ഒരുപാട് പുസ്തകങ്ങൾ താഴെയുണ്ട്. ഒരു വിദ്യാലയത്തിന്റെ സാംസ്കാരിക നിലവാരം അളക്കുന്ന സൂചികയാണ് ആ വിദ്യാലയത്തിലെ ലൈബ്രറി. ആ ലൈബ്രറിയുടെ സമ്പന്നത, ആ ലൈബ്രറിയുടെ സവിശേഷതകൾ, അതിന്റെ ഒരു കെട്ടുമട്ടും എല്ലാം തന്നെ ആ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ സാഹിത്യപരമായിട്ടുള്ള, സാംസ്കാരികപരമായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനൊക്കെ ഏറെ സഹായകരമാണ്. തീർച്ചയായും നമ്മുടെ വിദ്യാലയം KKTI ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞങ്ങളുടെ ലൈബ്രറി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പുസ്തകങ്ങളുടെ എണ്ണത്തിലായാലും പുസ്തകങ്ങളുടെ വണ്ണത്തിലായാലും അത് ഉപയോഗിക്കുന്ന ക്രമത്തിലായാലും വളരെ മികച്ച നിലവാരം പുലർത്താൻ നാളിതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ വിദ്യാലയത്തിലെ ലൈബ്രറിയിലാണ്. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം സാഹിത്യ പ്രതിഭകളെ തിരിച്ചറിയുന്ന ഒരു പരിപാടി കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഓരോ ദിവസവും നോട്ടീസ് ബോർഡിൽ സാഹിത്യ പ്രതിഭയുടെ ഒരു ചിത്രം പ്രദർശിപ്പിക്കുകയും കുട്ടികൾ അതാരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സാഹിത്യ പ്രതിഭയുടെ ജീവചരിത്രക്കുറിപ്പ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബോക്സിൽ നിക്ഷേപിക്കുകയും വേണം. വിജയികൾക്ക് സമ്മാനവും കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും കുട്ടികൾ കൂടി ചേർന്നിരുന്ന് പുസ്തക പരിചയവും ഇവിടെ നടത്താറുണ്ട്. ഈ വിദ്യാലയത്തിലെ വായനശാല ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഉപയോഗപ്രദമാക്കുന്നത്, ഞങ്ങളുടെ വായനപ്രിയരായ രക്ഷിതാക്കൾക്കും ഇത് വളരെയേറെ ഉപയോഗപ്രദമാകുന്നു. എന്നെ തന്നെ മുത്തച്ഛനെ ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഏറെ പുസ്തകങ്ങൾ ഞാനവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ വായനാക്കുറിപ്പുകളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു നിധി പേടകത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. കുട്ടികൾക്ക് ഒത്തിരി അറിവ് ലഭിക്കുന്ന ഒത്തിരി പുസ്തകങ്ങളുടെ ഒരു ശേഖരമാണ് നമ്മുടെ ലൈബ്രറിയിലുള്ളത്. ലൈബ്രറി നന്നായി ഉപയോഗിക്കുന്ന ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. തുടർന്നും അവർക്ക് അനുഭവത്തിലൂടെ, വായനയിലൂടെ ഉയരങ്ങളിലേക്ക് മുന്നേറാനായിട്ട് അവർക്ക് ഒരുപാട് അവസരങ്ങളാണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ധാരാളം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിലുണ്ട്. ഈ ലൈബ്രറിയുടെ എല്ലാ ചുക്കാൻ പിടിക്കുന്നത് മലയാളം അധ്യാപികയായ നിരീന ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ടീച്ചറോടൊപ്പം മറ്റ് അധ്യാപകരും ചേർന്ന് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു പോകുന്നു. ലൈബ്രറിക്ക് വേണ്ട മറ്റ് സഹകരണങ്ങൾ ചെയ്യാൻ PTA-യും ഒപ്പമുണ്ട്. എല്ലാ രീതിയിലും അധ്യാപകരും വിദ്യാർത്ഥികളും PTA-യും ഒത്തുചേർന്നുകൊണ്ട് ഈ ലൈബ്രറിയെ ഇനിയും നന്നാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിലോട്ട് വന്നതിന് ശേഷമാണ് വായിക്കണം എന്നുള്ളൊരു ചിന്തയും അതിനെ കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത്. അതിനെപ്പറ്റിയുള്ള ഗുണങ്ങളും ബാക്കിയുള്ള എല്ലാ അറിവുകളും എനിക്ക് നേടാൻ കഴിഞ്ഞു. ലൈബ്രറിയിൽ എല്ലാവരും എത്തി കണ്ട് സന്തോഷമായില്ലേ? ഇവിടെ വേറെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാല് നിങ്ങൾ വായിച്ച പുസ്തകത്തെ കുറിച്ച് ഒരു വായനാക്കുറിപ്പ് എഴുതി കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ വായിച്ച പുസ്തകത്തെ കുറിച്ച് ഒരു ചർച്ച. കൂട്ടുകാരെ, അപ്പോ ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് ഒരു ദേശത്തിന്റെ കഥ. അത് നമ്മുടെ മഹാനായ ഒരു എഴുത്തുകാരൻ, നമ്മുടെ കേരളത്തിന്റെ SK പൊറ്റക്കാരന്റെ, അത് അതിരാണിപ്പാടത്തിന്റെ ഒരു കഥയാണ്. അതിരാണിപ്പാടം എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നടക്കുന്ന അതിന്റെ രാഷ്ട്രീയം, അതിലുള്ള മനോഹരമായ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഉള്ളൊരു കഥയാണത്. പ്രശസ്തനായ എഴുത്തുകാരൻ ബ്രസീലിയൻ എഴുത്തുകാരൻ ശ്രീ പൗലോ കൊയ്ലോയുടെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ആൽക്കെമിസ്റ്റ് എന്നുള്ളത്. നമ്മളിൽ പലരും അത് വായിച്ചിട്ടും ഉണ്ടാകും. സാന്റിയാഗോ എന്ന ഇടയ ബാലൻ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ നടത്തുന്ന ഒരു നിധി തേടിയുള്ള ഒരു യാത്രയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. ഞങ്ങളുടെ ലൈബ്രറി ഞങ്ങളുടെ അഭിമാനമാണ്. MT വാസുദേവൻ നായരും ബഷീറും ഷേക്സ്പിയറും ഞങ്ങളുടെ കുട്ടികൾ അവരോട് സംവദിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം ഒട്ടും ചെറുതല്ല.